ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മീൻ ട്രേഡർ. സ്വിംഗ് ട്രേഡിങ്ങിൽ നമ്മുടെ സോഫ്റ്റ് എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു, ഇതിനകത്ത് പ്രോപ്പർ എൻട്രിയും എക്സിറ്റും റിവേഴ്സലും എങ്ങനെ കണ്ടുപിടിക്കാം. അതായത് ഇന്നത്തെ TCSലും ബജാജ് ഓട്ടോയിലും HAലും വന്ന പെർഫോമൻസ് ആണ്. ഒരു 1 വീക്കായിട്ട് മാർക്കറ്റ് 1 വീക്കല്ല, നല്ല ഒരു മാർക്കറ്റ് ഇപ്പോൾ നല്ലൊരു ഡൗൺ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ബജാജ് ഓട്ടോയ്ക്കൊക്കെ അപ്രോക്സിമേറ്റ് 21st ശേഷം വന്നൊരു ഡൗൺ 767 പോയിൻറ്റ്സോളം ഡൗൺ ഇറങ്ങി നിൽക്കുകയാണ്. അതിന് മുമ്പും ഡൗൺ പോയിട്ടുണ്ട്. പക്ഷേ നമുക്ക് കറക്റ്റായിട്ട് സോഫ്റ്റ്വെയറിനകത്ത് നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് എൻട്രിയും എക്സിറ്റും ഫേക്ക് ആയിട്ട് പോകുന്ന റിവേഴ്സിൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇപ്പോൾ ചിലപ്പം ഒരു ബൈറ്റിന് നമ്മൾ എടുത്ത് പെട്ടെന്ന് റിവേഴ്സ് പോവുകയാണെങ്കിൽ നമുക്കത് എവിടെ നിന്ന് എക്സിറ്റ് ചെയ്യണം, ഇത് ഇനിയും തിരിച്ച് മാർക്കറ്റ് കയറുമ്പോൾ ഇറങ്ങും, അങ്ങനെയുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് ആക്യുറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഫ്രഷേഴ്സിനൊക്കെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ് നമ്മുടെ 8.1-ൻ്റെ. അത് നിങ്ങൾക്ക് ലൈവായിട്ട് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാക്കും. ഇപ്പം നമ്മുടെ സോഫ്റ്റ്വെയറിന് അത്രയൊരു ഡെമോൺസ്ട്രേഷൻ, അതായത് നമ്മുടെ സോഫ്റ്റ്വെയർ പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ആക്ച്വലി ലൈവായിട്ടൊരു ഡെമോ കാണാനുള്ളൊരു സൗകര്യമുണ്ട്. 1 ഡേ ട്രയൽ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുന്നതാണ്. ഫ്രീ ലൈവ് ഡെമോയാണ്. അപ്പോൾ ആ ഡെമോ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കോൾ ചെയ്താൽ മതി. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇന്നിപ്പോൾ ഞാൻ 30, അതായത് 1 വീക്കിൽ 30 മിനിറ്റ്സിൽ വന്ന പെർഫോമൻസ് ആണ്. ഒരാഴ്ച വരെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള നമുക്ക് ട്രേഡുകളാണ് ഇതിനകത്ത് കിട്ടുന്നത്. അതിലിപ്പോൾ ഈ ബജാജ് ഓട്ടോയ്ക്കകത്ത് ഫസ്റ്റ് വന്ന പെർഫോമൻസ് കാണിച്ചില്ല. അപ്പോൾ ഇതിനകത്ത് ഇൻട്രാഡേ വെക്കുന്ന 5 മിനിറ്റ്സ് വെച്ചാൽ മതി. ഇപ്പോൾ ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിക്ക് നോക്കുകയാണെങ്കിൽ നല്ലൊരു ട്രേഡ് കിട്ടും. രാവിലെ തന്നെ നല്ലൊരു ഡൗൺ ഇറങ്ങിയ പോർഷൻ ആണ്. പുട്ട് ഓപ്ഷൻ നല്ല രീതിയിൽ കയറിപ്പോൾ അത് കഴിഞ്ഞ് ബൈയും വന്നിട്ടുണ്ട്. ബൈയിലെ ട്രേഡ് 5 മിനിറ്റ്സ് സ്ട്രോങ് ആയിരുന്നില്ല, പക്ഷേ സ്കാൽപ്പിംഗ് ട്രേഡ് എടുത്തിട്ടുണ്ട്. നല്ലൊരു ഇതേപോലെ തന്നെ നിഫ്റ്റിയിലും ഡൗണും അപ് ട്രെൻഡും രണ്ടും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ നമ്മുടെ സോഫ്റ്റ്വെയറിനകത്തും ഇങ്ങനെ ഈസിയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ ഇതിനകത്ത് സിമ്പിളാണ്. ഇപ്പോൾ ഇത് ബജാജ് ഓട്ടോ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് സെൽ സിഗ്നൽ വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് 10-16 അതിന് എൻട്രി പോയിന്റ് ടാർഗറ്റും കൊടുത്തിട്ടുണ്ട്. താഴെ 3 ടാർഗറ്റുകളാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത് എടുക്കുന്നതിന് മുമ്പ് ഇവിടെ ഈ ക്യാൻഡിൽ കളറും കൺഫർമേഷൻ ബാറും കൂടെ മാച്ചാണ്. ഇപ്പോൾ ഇത് രണ്ടും കൂടെ ഓക്കെ ആണെങ്കിൽ അടുത്ത ക്യാൻഡിൽ ട്രേഡ് എടുക്കാവും. ഇപ്പോൾ ഇവിടെ സെല്ല് വന്നിട്ടും ഇപ്പോൾ ഗ്രീനിൽ നിന്ന് മാറി റെഡിലേക്ക് വന്നത് ഈ ഒരു ക്യാൻഡിലിൽ നിന്നാണ്. അപ്പോൾ അവിടെ അതിൻ്റെ അടുത്ത ക്യാൻഡിൽ ട്രേഡ് പോകുള്ളൂ. അവിടെ നിന്നാണ് മാർക്കറ്റ് നല്ല രീതിയിൽ താട്ടിറങ്ങിയത്. ഇപ്പോൾ ബജാജ് ഓട്ടോ നമ്മൾ എൻട്രി എടുത്ത പോർഷൻ 8504 നിന്നാണ്. അപ്പോൾ അവിടെ നല്ല രീതിക്ക് താട്ടിറങ്ങിയിട്ടുണ്ട്. അപ്രോക്സിമേറ്റ് 750 പോയിൻറ്റ്സോളം നമുക്ക് ഡൗൺ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇപ്പോഴും ഡൗൺ ഇറങ്ങിയെങ്കിൽ അത് എക്സിറ്റ് ചെയ്യാനുള്ളൊരു പോർഷൻ ഇപ്പോഴും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിന് മുമ്പും ഇതേപോലെ തന്നെയായിരുന്നു. ഇതിനു മുമ്പ് ഇടയ്ക്ക് ബൈയും സെല്ലും ഒക്കെ മിക്സപ്പ് ആയിട്ട് പോയിട്ടുണ്ട്. ഇതിനു മുമ്പ് ഒരാഴ്ചയോളം ബൈ കയറിയ പോർഷനാണ് ബജാജ് ഓട്ടോ. അതേപോലെ തന്നെ തിരിച്ച് ഡൗൺ ഇറങ്ങിയിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് സ്വിംഗ് ട്രേഡിങ്ങിന് ഈസി ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് നോക്കാൻ പറ്റുന്ന ഒരു ട്രേഡ് ബജാജ് ഓട്ടോ കിട്ടിയിട്ടുണ്ട്. നമുക്ക് നല്ല രീതിയിൽ ബൈയും സെല്ലും പോകുന്ന സ്റ്റോക്ക് തന്നെയാണ് ബജാജ് ഓട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി ഡൗൺ ആണ്. ഇതിനു മുമ്പ് കണ്ടിന്യൂഷൻ ആയിട്ട് നല്ലൊരു മാസങ്ങളോളം ബൈ പോയ സ്റ്റോക്ക് തന്നെയാണ് ബജാജ് ഓട്ടോ. പാസ്റ്റ് പെർഫോമൻസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ പെർഫോമൻസ് വിലയിരുത്തി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതേപോലെ HAL ഇപ്പം നല്ലൊരു ഡൗണിലാണ് HAL ഇപ്പം നിൽക്കുന്നത്. ഇപ്പം ലേറ്റസ്റ്റ് സിഗ്നൽ ഇപ്പോൾ ബൈ വന്നിരിക്കുന്നത്, ഇന്ന് ബൈ വന്നത് ഇന്ന് അപ്രോക്സിമേറ്റ് 1.4 വന്നാണ്. അതിന് എൻട്രി പോയിന്റ് ടാർഗറ്റും കൊടുത്തിട്ടുണ്ട്. ഇൻട്രാഡേക്ക് ഇന്ന് നോക്കിയാൽ ഇന്നൊരു നല്ലൊരു ബൈ പോയിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് നോക്കിയാൽ നല്ലൊരു അപ് ട്രെൻഡ് പോയിട്ടുണ്ട് HAL. ലാസ്റ്റ് വന്ന ബൈസിക്കിൾ പ്രകാരം നമുക്ക് ഓൾമോസ്റ്റ് 87 പോയിൻറ്റ്സോളം കയറി നിൽക്കുകയാണ്. അപ്പോൾ ഇതിന് മുമ്പ് നല്ലൊരു ഡൗൺ, ഇപ്പോൾ വീക്കിലി പെർഫോമൻസ് ഒക്കെ നല്ലൊരു ഡൗൺ പോയിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് വന്നിരിക്കുന്ന ബൈസിക്കിൾ പ്രകാരം അപ്രോക്സിമേറ്റ് 24th വന്നാണ്. അത് പ്രകാരം നല്ലൊരു ഡൗൺ ഇറങ്ങിയിട്ടുണ്ട്. ലാസ്റ്റ് വന്ന സെല്ല് നമ്മൾ കൺഫർമേഷൻ വന്ന് ബ്രേക്കൗട്ട് 3350 പിടിച്ച് ഓൾമോസ്റ്റ് 3056 വരെ പോയിട്ടുണ്ട്. നല്ലൊരു ഡൗൺ ആണ് നമുക്ക് പോയിരിക്കുന്നത്. ഇതിന് മുമ്പും ഡൗൺ പോയിട്ടുണ്ട്. HAL നമുക്ക് 1 അവറിലെ പെർഫോമൻസ് നോക്കിയാൽ അറിയാം. ഓൾമോസ്റ്റ് 300 പോയിന്റോളം ഡൗൺ ഇറങ്ങി നിൽക്കുകയാണ് ഇപ്പോൾ. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ TCS നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ഡൗൺ ആണ്. ഇപ്പോഴല്ല, കുറച്ച് ദിവസങ്ങളായിട്ട് ഡൗൺ ആണ്. 1 അവറിൽ നോക്കിയാൽ കാണാൻ പറ്റും. ലാസ്റ്റ് വന്നിരിക്കുന്നത് 7/2 വന്ന സെല്ലാണ്. അതിപ്പോഴും ഇറങ്ങിക്കൊണ്ടിരിക്കണം. 500 പോയിന്റ് ഡൗൺ ആണ്. ഇതിനകത്ത് കാണാൻ പറ്റും. ലേറ്റസ്റ്റ് നമുക്ക് സെല്ല് വന്നിരിക്കുന്നത് എപ്പോഴാണ് എൻട്രി പോയിന്റ് ടാർഗറ്റും. അവിടുന്ന് ഡൗൺ കണ്ടിന്യൂഷനാണ്. നമുക്ക് സെല്ലിന് ധൈര്യമായിട്ട് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും നമ്മുടെ സോഫ്റ്റ്വെയറിൽ. ഇപ്പോൾ ഇൻ കേസ് നമ്മളൊരു സിഗ്നൽ എടുത്ത് റിവേഴ്സ് പോയാലും നമുക്ക് ആക്ച്വലി അവിടെ സൈഡ് വേസ് കാണിച്ചിരുന്ന എക്സിറ്റ് അടിക്കാം. ഇപ്പോൾ ഇവിടെ ഒരു ബജാജ് ഓട്ടോയിൽ വന്ന ഇടയ്ക്കൊരു ബൈ വന്നിരുന്നു, കയറാൻ നോക്കിയിരുന്നു. പക്ഷേ പെട്ടെന്ന് റിവേഴ്സ് ഇറങ്ങി. അപ്പോൾ പിറ്റേ ദിവസം നോക്കുമ്പോൾ മാർക്കറ്റ് ഡൗണിലാണ്. അപ്പോൾ അവിടെ കളർ മാറുമ്പോഴത്തേക്കും നമുക്ക് അവിടെ എക്സിറ്റ് അടിക്കാം. ബ്ലൂ കളർ ഫോം ആകുകയാണെങ്കിൽ നമുക്കവിടെ എക്സിറ്റ് ചെയ്യേണ്ട ഒരു ഇൻഫർമേഷനാണ് സോഫ്റ്റ്വെയർ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈസിയാണ് മനസ്സിലാക്കാൻ. സ്ട്രാറ്റജി വർക്ക് ചെയ്യുന്ന മെത്തേഡ് നിങ്ങൾക്ക് ലൈവായിട്ട് ചെക്ക് ചെയ്യാം. ഇൻട്രാഡേ ആകട്ടെ, പൊസിഷൻ ആകട്ടെ, അതേപോലെ വീക്കിലി ഇപ്പോൾ 30 മിനിറ്റ്സ് ഒക്കെ നമുക്ക് ഒരാഴ്ച ഹോൾഡ് ചെയ്യാം. 1 അവർ നമുക്ക് 1 മാസം വരെ, 2 ആഴ്ച തൊട്ട് 1 മാസം വരെ, 1 മന്തിന് മേളിലാണ് 4 അവർ വെച്ചാൽ മതി. ഇതാണ് ഷോർട്ടും ലോങ്ങും നമുക്ക് സെറ്റ് ചെയ്യേണ്ട ടൈം ഫ്രെയിം. ഇതിൽ 5 നമുക്ക് ഇൻട്രാഡേക്ക് സെറ്റ് ചെയ്യാം.
15 മിനിറ്റ്സ് ആണെങ്കിൽ നമുക്ക് 2 ദിവസമൊക്കെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്യേണ്ട 15 മിനിറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലൈവ് അറ്റൻഡ് ചെയ്ത് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.